ശ്രീ എസ് സുരേഷ്, ഇവിടെ ഈ എന്താണ് പ്ലാൻ ബി എന്നുള്ളതിന് ചുവന്ന ബക്കറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറെ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. അത് കളിയാക്കലായിപ്പോയി. അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ഒരു പ്ലാൻ ബി ഒരു സംസ്ഥാന സർക്കാർ ധനകാര്യ മാനേജ്മെന്റിൽ സ്വീകരിക്കുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത്? അതും കേന്ദ്രം ഞെരുക്കുന്നു എന്നതാണ് അതിന് പ്രധാന കാരണമായിട്ട് ധനമന്ത്രി ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ ചുവന്ന ബക്കറ്റും ബക്കറ്റ് പിരിവുമാണ് എന്നുള്ള രീതിയിൽ കളിയാക്കലുകൾ നടത്തുന്നത്. സുരേഷ്, അത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഇത് നിങ്ങളെയൊക്കെ പറ്റിക്കാനുള്ള സാധനമാണ്, ഇത് കേന്ദ്ര സർക്കാരിനുള്ള പുലഭ്യം പറയാനുള്ള സാധനമാണ്, ഇത് എന്റെ രാഷ്ട്രീയം പറയാനുള്ള സാധനമാണ്, ഇത് എന്റെ കുറച്ച് കമ്മ്യൂണിസം വിളമ്പാനുള്ള സാധനമാണ് എന്ന് ധരിച്ചു വശായി മൂഢത്തരവും വിഡ്ഢിത്തരവും വിവരക്കേടും കാണിച്ച് ഒരു സംസ്ഥാനത്തിലെ 3 കോടി ജനതയെ ഇളിഭ്യരാക്കിയ ഒരു പണിയാണ് ഇന്ന് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു ബഡ്ജറ്റിലൂടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വന്ന് പത്രക്കാരെ കണ്ടിട്ട് ഇത് ഞങ്ങളുടെ പ്ലാൻ എ, ഇനി പ്ലാൻ ബി വേറെ ഉണ്ട് എന്ന് പറയുമ്പോ ഈ നാട് എത്രത്തോളം അധപ്പതിച്ചു പോയിരിക്കുന്നു. പക്ഷെ സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. പോലെ ആ വിധി നിർണായകമാകും, ആ വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്ലാൻ എ രൂപീകരിച്ചിരിക്കുന്നത്. എതിരാവുകയാണെങ്കിൽ പ്ലാൻ ബിയുമായിട്ട് വരേണ്ടി വരും. അതല്ലേ ഉദ്ദേശിച്ചത്? അതിനപ്പുറം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ ബാലഗോപാൽ ഇവിടെ? ശ്രീ മഞ്ജുഷ്, ഈ ബാലഗോപാലിനോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അവർ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഗവേണിംഗ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ലോകത്ത് എവിടെയെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? 1917 മുതൽ ഈ ഏകദേശം ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടക്കണി, മിസ്മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ 1ാം നിരയിൽ നിൽക്കുന്നത് ആരെന്നറിയോ? 35 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച പശ്ചിമ ബംഗാളാണ്. അതിന് തൊട്ട് താഴെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ 7.5 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച് കേരളം നിൽക്കുകയാണ്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഈ കേരളത്തിൽ എന്നല്ല ലോകത്ത് ഇന്നേ വരെ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൻക്ലൂസീവായിട്ടുള്ള ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള യുവാക്കളുടെ ഭാവിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണവും ലോകത്ത് ഒരിടത്തും വിജയകരമായി നടപ്പാക്കാൻ സാധിക്കാത്ത ലോകത്തിന്റെ വേസ്റ്റ് കുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്ക് ഒരു ചോദ്യചിഹ്നമായി ഇന്ന് ഈ കേരളത്തിൽ കമ്മ്യൂണിസം നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ കുറെ പദ്ധതികൾ ഇവിടുത്തെ ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ചു. ഈ അവതരിപ്പിച്ചതിൽ ക്രിയാത്മകമായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള, വികസനപരമായിട്ടുള്ള എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പങ്കാളിത്തവും ഇനിഷ്യേറ്റീവും ഉള്ളതാണ്. ഒന്ന് വിഴിഞ്ഞം തുറമുഖമായിക്കോട്ടെ, 40 വർഷമായിട്ട് വിഴിഞ്ഞത്ത് വെള്ളത്തിൽ കിടന്ന സാധനമാണല്ലോ. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 6 മാസം കൊണ്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ ആയിക്കോട്ടെ, അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണല്ലോ. നരേന്ദ്രമോദി സർക്കാർ വന്നത് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണല്ലോ. ഇനി വാട്ടർ മെട്രോ ആകട്ടെ, സെസ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ പദ്ധതികളിൽ അത് ഏത് രീതിയിൽ ചിലവഴിക്കണമെന്ന മാനദണ്ഡത്തിൽ പോലും മാറ്റം വരുത്തി. ശരിയാണ്, ഈ 35% എന്നുള്ളത് 42% ഉയർത്തുവാൻ കഴിഞ്ഞു ഡിവിസി പൂളില്. അവിടെ നിന്ന് പിന്നെ പക്ഷേ കേരളത്തിന് കിട്ടുന്ന വിഹിതത്തിൽ കുറവ് വരുത്തി, പെർസെന്റേജിൽ 1.92 ആയിട്ട് കുറച്ചു. പക്ഷെ ഇവിടെ ഈ സെസ് ഏർപ്പെടുത്തിയത് വഴി അത് വീണ്ടും എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ഞെരുക്കുവാനാണ് ശ്രമിച്ചത്? മഞ്ജുഷേ, ഈ നിങ്ങൾ പറയുന്നത് കേട്ടതൊന്നും BJP ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ഭരിക്കുന്നുള്ളൂ. ഇവിടുത്തെ സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് അരുൺകുമാറിന്റെ CPM ആണെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ ധരിക്കുക CPM ആണ് ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, BJP ഇന്ത്യ മാത്രമേ ഭരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നു എന്നുള്ള ഒരു ധ്വനി നിങ്ങളുടെ അബദ്ധവശാൽ നിങ്ങളുടെ ഈ വാക്കുകളിലുണ്ട്. ഇന്ത്യയിൽ 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും BJPയുടെയും പാർട്ടിയാണ്. NDA ആണ്, BJP ആണ്. ഈ രാജ്യത്ത് ഒരു 2% ജനസംഖ്യ മാത്രമുള്ള ഒരു പ്രദേശം മാത്രം ഭരിക്കുന്ന പാർട്ടിയാണ് CPM. ഈ 2% ജനസംഖ്യയുള്ള കേരളത്തിന് വേണ്ടി ഇന്ത്യയിലെ സമ്പത്തായ മുഴുവൻ തന്നെ നരേന്ദ്രമോദി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിനെ
പിന്നിലാക്കി കളയാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ ആരും പറയില്ല. സെന്ററിൽ നിന്ന് വന്നോട്ടെ. അങ്ങനെ ഒരു അബദ്ധം എന്തായാലും ഞാൻ പറയില്ല. അങ്ങനെ ഒരു അബദ്ധം എന്തായാലും ഞാൻ പറയില്ല.